കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി വെട്ടേറ്റു മരിച്ചു. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി.വി. സത്യനാഥാണ് കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരാളാണല്ലോ ഈ വിഷയത്തിൽ കസ്റ്റഡിയിലുള്ളത്. രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ടോ? അല്ല, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുണ്ടോ? അമൃത, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കൊലപാതക കാരണം അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണ കാരണം എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഒരാളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പെരുവട്ടൂർ സ്വദേശിയായിട്ടുള്ള അഭിലാഷിനെയാണ് കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കൊയിലാണ്ടിയിലെ മുത്താമ്പി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള നടക്കുന്നതിനിടെ ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്, ഈ ഗാനമേള അവസാനിക്കുന്ന സമയമായിരുന്നു. ഈ സമയത്ത് എല്ലാവരും ഗാനമേള നടക്കുന്ന ഭാഗത്തായിരുന്നു. ഇതിന് നേരെ വിപരീതമായ സ്ഥലത്ത്, അല്ലെങ്കിൽ കുറച്ച് മാറിയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം തന്നെ നാട്ടുകാരും പറയുന്നത്. രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഈ അക്രമി രക്ഷപ്പെട്ടുവെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഇയാൾ സ്വമേധയാ പോലീസിലെത്തി കീഴടങ്ങുകയായിരുന്നുവെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരാൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രഥമ ദൃഷ്ടിയ ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുമാണ് പോലീസിന്റെ നിഗമനം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകം അല്ലെങ്കിൽ ആക്രമണം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നാൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് റൂറൽ SP അടക്കമുള്ളവർ അറിയിക്കുന്നത്. എന്തായാലും CPMന്റെ കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി, സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി.വി. സത്യനാഥനാണ് വെട്ടേൽക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. കൊയിലാണ്ടി പോലീസ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം 9 മണിയോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. കൊയിലാണ്ടിയിൽ നിന്ന് CPM ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കൊയിലാണ്ടി നഗരസഭാ പരിധിയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹർത്താൽ ഇതിനോടകം തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ പോലും വ്യക്തിവൈരാഗ്യമാണ് എന്ന് പറയുമ്പോൾ പോലും എന്താണ് ഈ കാരണം, ഈ കൊലപാതകത്തിന് കാരണം എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണ്ടിവരും. കാരണം നാട്ടുകാരുടെ എല്ലാം പ്രതികരണം, ഈ പി.വി. സത്യനാഥൻ, കൊല്ലപ്പെട്ട സത്യനാഥൻ വളരെ സൗമ്യനായി ഇടപഴകുന്ന ആളാണ്. മാത്രമല്ല ഏതെങ്കിലും വിരോധം ഇദ്ദേഹത്തിനോട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുമാണ് നാട്ടുകാരും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവരും പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോൾ ഏത് നിലയ്ക്ക് വ്യക്തിവൈരാഗ്യം വന്നു എന്നതടക്കം പറഞ്ഞതുപോലെ തന്നെ വ്യക്തിവൈരാഗ്യത്തിനുള്ള കാരണമാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഈ ഒരു അഭിലാഷ് എന്നൊരു വ്യക്തി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടല്ലോ. ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തോ? ഇയാളിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അറിയാമോ? അമൃത, ഇയാളെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പോലീസ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതായത് മറ്റു കാരണങ്ങളില്ല, ഇവർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിന്റെ പുറത്താണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്, ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പോലും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഇപ്പോൾ ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ സമീപത്തുണ്ടായിരുന്നു, ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതിന്റെ സമീപത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെ നാട്ടുകാരെല്ലാം ആ സ്ഥലത്തുള്ള സമയത്ത് തന്നെ തോർച്ചപ്പുറത്ത് മാറി അവിടുത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നപ്പോൾ വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. വിശദമായ അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ഈ കസ്റ്റഡിയിലുള്ള അഭിലാഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറി ആശുപത്രിയിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത്. അമൃത. ഷബീർ ഒമറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.